ചാൻസ് ഉണ്ട്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടും വരണ്ടേ, അതുകൊണ്ട് വരാത്തതാണ്. അതിന് എന്തൊക്കെയാണ് കമന്റിൽ വന്ന് ചോദിക്കണത്? ഓള് കരഞ്ഞു വിളിക്ക പറഞ്ഞ പോലെ എന്തോ നമ്മള് വലിയ പ്രശ്നമുള്ള നിങ്ങൾ കണ്ടല്ലേ ലാസ്റ്റ് കൂട്ടിക്കൊണ്ടുപോകലിന്റെ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രശ്നം വരും. ഇവിടെ വന്ന കുട്ടീനെ നോക്കി രാത്രിയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പ്രഷർ നോക്കുമ്പോ 160+ ഉണ്ട്. ഫാമിലിന്റെ നെഗറ്റീവ്സ് കാണിക്കാനല്ല യൂട്യൂബ് ചാനലിൽ വരുന്നത്. അപ്പുറത്ത് പോയിട്ട് ഓലെ കുറ്റം പറയും, ഇപ്പുറത്ത് പോയിട്ട് മിക്ക ആൾക്കാർ ഹലോ ആരെ വിളിക്കണേ? ആരെ കാര്യം പറയ്. അതാ പറസുട്ടാ കൊറേ ആൾക്കാരുടെ ഓള എവിടെ, ജുബി എവിടെ, എങ്ങനെയാണ്, എന്താണ് ഒരു കഥ. അതറിയാനാണ് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം. ഇതെന്നുള്ള ചോദ്യം. ഞാൻ കൊറേയൊക്കെ കമന്റ് അങ്ങനത്തെ റിമൂവ് ചെയ്തു, വെറുതെ നെഗറ്റീവ് അടിക്കാന്നുള്ളതില്. സംഭവം ഓള് ഫോണ് കുറച്ച് ദിവസം കേട് വന്നിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞോട്ടാ. ഓളും പ്രഗ്നന്റ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത്യാവശ്യം നല്ല ലോങ് ആണ്. അതും പെട്ടെന്ന് രണ്ടാമത്തെ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടും വരണ്ടേ, അതുകൊണ്ട് വരാത്തതാണ്. അതിന് എന്തൊക്കെയാണ് കമന്റിൽ വന്ന് ചോദിക്കണത്? ഓൾക്ക് പറഞ്ഞിട്ട് അവിടെ സ്റ്റക്ക് ആയിട്ടാ കേക്കുന്നത്. ഒന്നുമില്ല, കമന്റ് ബോക്സിൽ വന്നതിനെ കുറിച്ച് പറഞ്ഞതാ. ആ എന്തിനാണ് ഒരു ആവശ്യമില്ലാതെ. ഭയങ്കര മോശട്ടോ, ചിലരൊക്കെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ് കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാല്. നമ്മളോട് തന്നെ ഭയങ്കര, നമ്മൾ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നില്ല, അപ്പൊ അതിനെന്തെങ്ങൾ മറുപടി തരാത്ത. എന്ത് മറുപടി തരാനാ? അതാ ഞാൻ മനസ്സിലാക്കാത്ത. കൊറേയൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ റിപ്ലൈ കൊടുത്തു. ഓളും പ്രഗ്നന്റ് ആണ്, സോ ഓൾക്ക് വരാൻ ലോങ് കഴിയൂല. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പൊ ചോദിക്കേണ്ടി എന്റെ അമ്മ എവിടെ. അതും നമ്മള് വ്ളോഗിൽ ഒരു വട്ടം പറഞ്ഞതാണ്. പ്രഷർ കൂടുതലാണ്, കാലുവേദനയാണ്, വീട്ടിലാണ് പറഞ്ഞതാണ്. പിന്നെയും ചോദിക്കും കമന്റില്. ആരോട് മേലേക്ക് നോക്കിയിരിക്കണേ. ഇൻഷാല്ലാ നമ്മളെ കുട്ടിയുടെ മുടിയാഴ്ചയിലാണ്. അപ്പൊ ചിലപ്പോ ഓള് വരും, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പ് പറഞ്ഞിട്ടില്ല. ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ടാണ് വരിക. ഓക്കെ, നാളെ വരും. ഓക്കെ, നാളെ എവിടെ പോവാ? എന്ത് പരിപാടി? നാളെ ഉണ്ട്. ആ കുഴപ്പമില്ല കുഴപ്പമില്ല, ഓള് വന്നോട്ടെ. ഓള് വന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ. ഇവരിടക്കിടക്ക് വിളിക്കുന്നുണ്ട്, വീഡിയോ കോൾ ആക്കുന്നുണ്ട്. അത് പോരെ, എന്തിനാണ് പിന്നെ നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വാശി? അതാണ് ഞാൻ ചോദിക്കണത്. ഇതിൽ പിന്നെ വേറെ ആൾക്കാർ പറഞ്ഞത് ഓള് പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മളവിടെ ഉണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ. ആ സമയത്ത് ഈ പ്രഗ്നന്റ് അല്ല, ഈ ഫ്രീ ആണ്. ഇപ്പൊ അങ്ങനെയല്ല, ഓൾക്ക് 6ാം മാസമാണ്, പ്രഗ്നന്റ് ആണ്. സോ അതിന്റെ നോക്കണം. ഓൾക്ക് യാത്ര കാര്യങ്ങളൊന്നും പറ്റൂല. എന്തിനാണ് വെറുതെ എന്തെല്ലാം നെഗറ്റീവ്സ് വായിച്ച് പൂതി. സത്യം പറഞ്ഞാൽ ഓളെ ഫോൺ 2 ദിവസം കേട് വന്നിട്ട് ഓളും തന്നെ അതിൽ കയറിയിട്ടില്ല. മനസ്സിലായോ? വേറെ ഫോണിൽ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു, കമന്റ് സെക്ഷൻ നോക്കിയിട്ടില്ല. ഫോണ് വന്ന് കമന്റ് സെക്ഷൻ നോക്കിയപ്പോൾ അന്തം വിട്ടിക്കണേ. ഞാൻ എന്റെ കാട്ടിന്ന് വെച്ചിട്ട് മെയിനായിട്ട് അലമ്പൊന്നുമില്ല, ആള് ഡീസന്റാ. നിങ്ങൾ വീഡിയോ കോൾ ചെയ്തോടെ ഫുഡ് കഴിക്കാനായാലും. അപ്പൊ ഗൈസ്, ഇന്ന് വെള്ളിയാഴ്ച ചിക്കൻ ബിരിയാണിയാണ് സ്പെഷ്യൽ. ചിക്കൻ ബിരിയാണിയാണ് സ്പെഷ്യൽ. ഓക്കെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ ബിരിയാണി കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടാക്കിയപ്പോൾ ജുബിക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ട് അതിൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു, ഞാനൊക്കെ പ്രസവം കഴിഞ്ഞ് നേരെ പോയത് ചിക്കൻ ബിരിയാണി തിന്നാനാണ്. സ്റ്റിച്ചുള്ള ആൾക്കാർ ഓവർ ഇങ്ങനത്തെ ചിക്കന് ബീഫ്
മട്ടനൊന്നും കഴിക്കരുത് പ്രത്യേകം എന്നോട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോഴും ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ ഇവിടുത്തെ ഡോക്ടറും അത് തന്നെയാണ് പറഞ്ഞത്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ സ്ഥലത്ത് ഡോക്ടർ വിസിറ്റ് ചെയ്ത് പോകലുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 24/7 ഡോക്ടേഴ്സ് ഉണ്ടാവും. ഒരു ഡോക്ടറല്ല 2 ഡോക്ടേഴ്സ് ഉണ്ടാവും എപ്പോഴും. ഓക്കെ, നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് സമയത്ത് ഇവിടെ ആളുണ്ടാവും. ഓക്കെ, അപ്പൊ അവര് പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഇതൊക്കെ കഴിക്കുന്നതും മറന്നിരുന്നു. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രസവം കഴിഞ്ഞ ആകെ 3 ദിവസം 4 ദിവസം ആയിട്ടുള്ളൂ. സോ ആ സമയത്ത് ജുബിക്ക് കഴിക്കണ്ടെന്ന് ഒരു പറഞ്ഞിരുന്നു. അവള് കഴിച്ചില്ല. കാരണം അഥവാ ആ സ്റ്റിച്ച് എങ്ങാനും പഴുത്ത് കഴിഞ്ഞാൽ അത് ഫുൾ ഈയറ്റക്ക് തന്നെ അനുഭവിക്കണം. ഞങ്ങൾ ആരും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാനും മരുന്ന് തരാനേ പറ്റുള്ളൂ. വേദന ഈ തന്നെ സഹിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ അവള് കഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം അവള് നല്ല എൻജോയ് ചെയ്ത് കഴിക്കാൻ പോവാണ്. പിന്നെ ഫർസുവിന്റെ കാര്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജുബിയുടെ അനിയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കണ്ടല്ലോ, ഒരു തമ്മിൽ ഒരു പ്രശ്നവുമില്ല. കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല. പാവം തോന്നി. കാരണം ഞാൻ ഈ അടുത്ത് 2 ദിവസമായിട്ടുള്ള കമന്റ് ബോക്സ് കണ്ടത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഓള് കരഞ്ഞു വിളിക്ക പറഞ്ഞ പോലെ എന്തോ നമ്മള് വലിയ പ്രശ്നമുള്ള കാര്യങ്ങൾ കണ്ടല്ലേ. ലാസ്റ്റ് കൂട്ടിക്കൊണ്ടുപോകലിന്റെ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇപ്പോ 2-3 മാസമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ അവള് പ്രഗ്നന്റ് ആയിട്ടാണ്. അന്ന് തന്നെ 3 മാസമായിട്ട് പ്രഗ്നന്റ് ആണ്. എന്നിട്ടാണ് ഓൾ ആ ചടങ്ങിന് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓളുള്ളത് കൊടുവള്ളി, നമ്മളുള്ളത് ഇവിടെ മലപ്പുറം. രണ്ടും എത്ര വ്യത്യാസം ഉണ്ട് ചേട്ടാ. എന്തുകൊണ്ട് ജുബിന്റെ വീട്ടിലേക്ക് അവള് പോകുന്നില്ല? കാരണം ഇമ്മക്ക് ഇനി നോക്കണം, അവളെ നോക്കണം. കാരണം ഉമ്മ ഒറ്റക്കാണത്. പിന്നെ അപ്പൊ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് പെരുമാറുക. അല്ലാതെ ഇതില് ഇവര് തമ്മിൽ അടിയോ, ഇവരൊക്കെ തമ്മിൽ എന്തടി ഉണ്ടാവാനാ? അത് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവര് നിങ്ങൾ തമ്മിൽ എന്തുണ്ടാവാനാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു 2 വീട്ടിൽ കല്യാണം കഴിച്ച് പേടിക്കണ്ട, 5 പൈസ ഇല്ല, അതുകൊണ്ട് പ്രശ്നമില്ല, ബേജാറില്ല, ഒന്നുമില്ല. അഞ്ഞിപ്പോ അങ്ങോട്ട് കിട്ടി പോരാനോ കൊടുത്തു പോരാനോ ഒന്നും സ്വത്ത് 5 പൈസക്കില്ല. അപ്പൊ ബേജാർ. ഞങ്ങള് തമ്മിൽ ആർക്കും ഒരു പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, അതാ നമ്മളെ കുട്ടീന്റെ സ്റ്റൈല്. അതായത് അത് മാത്രം പറയുള്ളൂ, അല്ലാതെ കണ്ടിന്യൂ കരച്ചിലുണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ട് ജുബിന്റെ അമ്മ ഇവിടെ വന്നിട്ട് ഞാൻ 100,000 വീഡിയോയില് പറഞ്ഞിട്ട് എന്റെ അമ്മക്ക് വയ്യ, കാലിന് മജ്ജന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഇപ്പോഴല്ല, കുറെ മുമ്പ്. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും, ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ചൊരു ഡേറ്റ് കഴിഞ്ഞാലും പിന്നെയും തേയ്മാനം വന്നിട്ട് പിന്നെയും പ്രശ്നം വരും. ഇവിടെ വന്ന കുട്ടീനെ നോക്കി രാത്രിയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പ്രഷർ നോക്കുമ്പോ 160+ ഉണ്ട്. അഭിമുണ്ട്, പപ്പുണ്ട്, ഹാലുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഇൻഷാല്ലാ ഇമ്മക്ക് ചിലപ്പം വരാൻ പറ്റായി ഉണ്ടാവും. മുടി കളിച്ചലിന് ബാസിക്കാക്ക് പോയി കൂട്ടിക്കൊണ്ടാവും. നമുക്ക് ബസ്സിനൊന്നും വരാൻ പറ്റില്ല. അപ്പം ബാസിക്കാക്കന്റെ തിരക്കനുസരിച്ചിട്ടേക്ക് നമുക്ക് വരാൻ പറ്റുക. ഇനി അതിന് വന്നിട്ടില്ലെങ്കിൽ ജുബിന്റെ അമ്മ എന്താ വരാത്തതെന്ന് ചോദ്യം നിന്നോട് ചോദിക്കരുത്. സത്യം പറയാതെ എനിക്ക് പ്രഷർ കയറിയിട്ട് ചിലപ്പോൾ ആ കമന്റിന് റീപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ വേറെ എന്തോ രീതിയിലേക്ക് അല്ല, ഇപ്പൊ അനിയത്തി എവിടെയാന്നുള്ളതിനില്ലേ ഒരു ഫസ്റ്റത്തെ ഒരു 20-50 മെസ്സേജിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. അവള് പ്രഗ്നന്റ് ആണ്, അവൾക്ക് വരാൻ പറ്റൂലല്ലോ. വന്നാല എന്താ കാണണ്ടേ? പിന്നെ മെയിൻ കാരണം ഞാൻ പറഞ്ഞ തന്നെ, അതായത് നമ്മളുണ്ടായിരുന്നല്ലോ ഓളെ പ്രസവത്തിന്. അതായത് ആ സമയത്ത് ഈ പ്രഗ്നന്റ് ആയിരുന്നു. ഒരു പ്രശ്നവുമില്ല. ഞാൻ 2 കാലിന്റെ മുകളിൽ നടന്ന് നല്ല സുഖമായിട്ട് പോകണം ഒരാളെ. ഇപ്പൊ ഞാൻ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഓൾക്ക് 6 മാസമാണ്. അതായത് ഓൾക്ക് നല്ല കെയർ വേണം. കാരണം നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും, ഫസ്റ്റത്തെ ബേബിക്ക് 1 വയസ്സ് ഇപ്പൊ അടുത്ത് ആയിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും ആൾക്ക്. ഓക്കെ, എന്തുകൊണ്ട് ഓളെ കുട്ടിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പോയില്ല? അത് അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് പറ്റാത്തോണ്ടാണ്. ഞാൻ അവിടെ ഇല്ലായിരുന്നു. അറിയാം, ഞങ്ങൾക്കും അറിയാം. ഞങ്ങൾ ഇതിനു മുന്നേ വീഡിയോ ഇട്ടതാണ്. എന്താണ് കാരണം എന്ന് ഒക്കെ പിന്നെയും ചോദിക്കും. ഇത് കാണാത്തവരായിരിക്കും ചോദിക്കുന്നത്, അറിയില്ല. വാട്ട് എവർ, അതൊരു വിഷയം നിങ്ങൾ ആക്കണ്ട. ഉപ്പയില്ലാതെ ഒരു കുട്ടി ഉണ്ടാവും. എനിക്ക് ഇങ്ങനത്തെ കമന്റ് ഒക്കെ കേൾക്കുമ്പോണ്ടല്ലോ സത്യമായിട്ട് മാനസികമായിട്ട് ഞാൻ തീരുമാനം ഉണ്ടാക്കണം. അല്ല, നമ്മള് അറിയുന്നവരുണ്ട് കേട്ടോ, നല്ല ഇതൊക്കെ ഡയറക്റ്റ് അറിയുന്നവരും നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ കുറെ. മറ്റുള്ളവരെ ഫാമിലി കാര്യങ്ങൾ അങ്ങനെ ചൊയ്ന്നെടുക്കുന്ന ടീംസ് ഉണ്ടല്ലോ, അങ്ങനത്തെവർക്കാണ് കൂടുതൽ പ്രശ്നം. സത്യം പറയുകയാണെങ്കിൽ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കുറ്റം പറയാം. അങ്ങനത്തെ ആൾക്കാരാണ് ഇതിൽ കൂടുതലും കമന്റ് ഇടുന്നത്. ആൾക്കാർ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് കമന്റ് ഇടുന്ന ആൾക്കാർ ഒരിക്കലും നമ്മളെ പേഴ്സണൽ കാര്യങ്ങള് നമ്മള് പബ്ലിക്കിന് മുമ്പില്, അതായത് പേഴ്സണലി നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ നിങ്ങളോട് പറയില്ല. കാരണം ഞങ്ങളെ ഫാമിലിന്റെ എന്താ പറയാ കുളം തോണ്ടാനോ അല്ലെങ്കിൽ ഫാമിലിന്റെ നെഗറ്റീവ്സ് കാണിക്കാനല്ല യൂട്യൂബ് ചാനലിൽ വരുന്നത്. മിക്ക ആൾക്കാരും കമന്റ് ഇടലുണ്ട്, ചെറിയ നമ്മളെ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വ്ളോഗ് കാണുമ്പോൾ ഒരു സമാധാനമാണ്, ഒരു സന്തോഷമാണ് എന്നൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഓക്കെ, സന്തോഷിക്കുക. നമ്മളെ ലൈഫ് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് നമ്മൾ തന്നെ തീരുമാനിച്ചാലേ കറക്റ്റ് ആവുള്ളൂ. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഇന്ന് കാര്യമായിട്ട് വ്ളോഗൊന്നുമില്ല.
ഓക്കെ. പിന്നെ നമ്മളെ മോളെ ഫോട്ടോഷൂട്ട്. പിന്നെ ഫർസ് ഇത് ആദ്യമായിട്ടല്ല കേട്ടോ വിളിക്കണത്. ഓള് ഇടക്കിടക്ക് വിളിക്കലുണ്ട്, വീഡിയോ കോൾ ആക്കലുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മൾ സത്യത്തിൽ യൂട്യൂബ് എന്നുള്ള ചർച്ചയെ വെക്കലില്ല. പിന്നെ ഓൾ തന്നെ പറയലുണ്ട്, നമ്മൾ യൂട്യൂബിൽ കണ്ടീന് എന്തോ അങ്ങോട്ട് പറയുമ്പോൾ തന്നെ ഓള് പറയും ആ കുട്ടീനെ യൂട്യൂബിൽ കണ്ടീനൊക്കെ ഞാൻ കണ്ടീന് പറയലുണ്ട് എന്നല്ലാതെ അതിലൊരു ചർച്ച നമ്മൾ വെക്കലില്ല. ഇനി ഓള് പോയിട്ടില്ലെങ്കിൽ ഓള് ഇവിടെ കയറി പിടിക്കും. ഓക്കെ, നിങ്ങൾ ഒന്നുകൂടി ഇട്ടോ.